എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു തണുപ്പ് കാലത്ത് നമുക്ക് തയ്യാറാക്കി കുടിക്കാൻ പറ്റിയ വളരെ ഹെൽത്തി ആയിട്ടുള്ള ചുക്ക് കാപ്പിയാണ്. ഈ ഒരു ചുക്ക് കാപ്പിയുടെ പൗഡർ നമ്മൾ വീട്ടിൽ തന്നെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതും ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് ഉണ്ടാക്കി വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതുമാണ്. കുറച്ച് പച്ചില മരുന്നുകൾ എടുത്തിട്ടുണ്ട്. പേരയില, തുളസിയില, പനിക്കൂർക്കയില ഇതൊക്കെയും കഴുകി വെയിലത്ത് വെച്ച് ഒന്ന് ഉണക്കിയെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുന്നില്ല, പകരമായിട്ട് കഴുകിയെടുത്തിട്ടുള്ള ഇലകൾ ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇലകളൊന്ന് വറുത്തെടുക്കാൻ തുടങ്ങാം. ഇതുപോലെ പച്ചില മരുന്നുകളൊക്കെ വറുത്തെടുക്കാനായിട്ട് നല്ല ചുവട് കട്ടിയുള്ള പാത്രം വേണം നമുക്ക് എടുക്കാനായിട്ടും. ഇനി ഈ ഇലകളെല്ലാം തന്നെയും ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് വറുത്തെടുക്കുന്നതും. ഇലകൾ നല്ലോണം മുരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ചുക്കാണ്. നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ള ചേരുവകളുടെ കറക്റ്റ് ആയിട്ടുള്ള മെഷർമെന്റ് നമ്മുടെ വീഡിയോയിലുണ്ട്. ചുക്കും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയാണ്. മല്ലിയും ചേർത്തൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു കഷ്ണം മഞ്ഞൾ കൂടി ചേർക്കാം. കൂടെ തന്നെ കറുവപ്പട്ടയും പൂവും നല്ല ജീരകവും ഉലുവയും അയമോദകവും കുരുമുളകും ഇതിന്റെ കൂടെ തന്നെ കുറച്ച് തിപ്പലി കൂടെ ചേർക്കുന്നുണ്ട്. ഇത്രയും മരുന്നുകളൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നല്ല മുരിഞ്ഞു പാകായി വരുന്നത് വരെയും നമുക്ക് വറുത്തെടുക്കാം. വറുത്തെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി കൂടെ ചേർത്തിട്ട് വറുത്തെടുക്കുവാണെങ്കിൽ കാപ്പി തിളപ്പിക്കുന്ന സമയത്ത് പിന്നെ നമുക്ക് കാപ്പിപ്പൊടി ചേർക്കണമെന്നുമില്ല. ലോണം വറുത്ത് അതിന്റെ ചൂടൊക്കെ ഒന്ന് ആറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കാം. നമ്മൾ ഇന്ന് വറുത്ത് പൊടിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൂടി ചേർത്താൽ 500 ഗ്രാം അളവിലാണ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ സാധിക്കുന്നതും. ഇനി എയർ ടൈറ്റുള്ള നല്ലൊരു കണ്ടെയ്നറിലേക്ക് മാറ്റി നമുക്ക് ഒരുപാട് കാലത്തേക്ക് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ഇന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ള ചുക്ക് കാപ്പി പൊടി വെച്ചിട്ട് നമുക്ക് നല്ലൊരു കാപ്പി തയ്യാറാക്കാം. ഇതിനായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് 1 സ്പൂൺ അളവിൽ കാപ്പിപ്പൊടി ചേർക്കാം. മധുരത്തിനായിട്ട് പനങ്കൽക്കണ്ടമോ കരിപ്പട്ടിയോ ചേർക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നല്ല പോലെ തിളച്ചു വന്നിട്ടുള്ള കാപ്പി ചെറിയ ചൂടോട് കൂടി തന്നെ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്നതുമാണ്. അങ്ങനെ നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡിയാണ്. ഇനി ചുമയും പനിയും ഒക്കെ വരുന്ന സമയത്ത് ഇതുപോലൊരു കാപ്പി തയ്യാറാക്കി കുടിക്കുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ അസുഖങ്ങളെല്ലാം തന്നെ മാറി കിട്ടുന്നതുമാണ്.